ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ PG പഠിക്കുന്ന സമയത്താണ് അങ്കമാലി ഡയറീസിന്റെ ഓഡീഷൻ വഴി ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിൽ എത്തിയിട്ട് ഇപ്പോൾ 10 വർഷം ആയിട്ടുള്ളൂ, വെറും 10 വർഷം ആയിട്ടുള്ളൂ. ഈ 10 വർഷത്തിനിടയിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറേ സിനിമകൾ ചെയ്തു, കുറേയൊക്കെ വിജയിച്ചു, കുറേയൊക്കെ പരാജയപ്പെട്ടു. പക്ഷെ എല്ലാം തന്നെ എൻ്റെ ലൈഫിൽ എനിക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. സിനിമ അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം സിനിമ ഏറ്റവും വലിയൊരു സ്വപ്നം എന്താ? അയ്യോ, ഒന്നുമില്ല, സിനിമ. കാര്യം അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെന്താ ഞാൻ സ്വപ്നം കാണേണ്ട? എനിക്ക് നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല അവസരങ്ങൾ എന്നെ തേടി വരിക, നല്ല നല്ല വേഷങ്ങൾ ചെയ്യുക, അതിലൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വപ്നം. വേറെ ഒന്നിനെ കുറിച്ചൊന്നുമില്ല. ടിജോ ചേട്ടൻ്റെ സിനിമ അറിയാലോ, എൻ്റെ ആദ്യ സിനിമയായിരുന്നു, എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ വലിയ സിനിമയിൽ നിന്ന് അങ്ങനെ ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഞാൻ അറിയില്ല. എനിക്ക് പിന്നെ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും, കട്ട് വിളിച്ചാൽ അത്ര തന്നെ. പിന്നെ അതൊരു ഓപ്പൺ ആയിരുന്നല്ലോ, എല്ലാം സിംഗിൾ ഷോട്ടുകളൊക്കെ ആയിരുന്നു, അറിയാമല്ലോ. അപ്പം ഞാനൊരു സ്ട്രീറ്റ് പ്ലേ ചെയ്യുന്ന ആളാണ് ആ സമയത്ത്, തെരുവ് നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം ആ സമയം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എന്നെ അങ്ങ് അഴിച്ചു വിട്ട. എന്തായി പറഞ്ഞ, തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എറണാകുളത്ത് അല്ലെങ്കിൽ ഇന്ന് മലയാളം തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ആള് അതൊരു പെട്ടെന്ന് അങ്ങനെ ഓടിയെത്തിയ ആളൊന്നും അല്ല. ഒരു ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ചെയ്ത് തന്നെയാണ് ഇവിടെ എത്തിയത്. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അപ്പാനി ശരത്. വെൽക്കം. ഹായ്, നമസ്കാരം. ഓക്കെ, നമ്മുടെ ഈ അപ്പാനി എന്നുള്ള പേരില്ലേ നമ്മുടെ കൂടെ എങ്ങനെ വരും? സത്യം പറഞ്ഞാൽ അതൊരു ചലഞ്ചാണോ അല്ലെങ്കിൽ അതൊരു സന്തോഷമാണോ? എങ്ങനെ അത് കൊണ്ടു നടക്കുന്നത്? അപ്പാനി എന്നുള്ള പേര് നിങ്ങൾക്ക് അറിയാലോ. എന്റെ അപ്പാനി രവിയിൽ നിന്ന് ആദ്യ സിനിമ അങ്കമാലി ഡയറീസിലെ കഥാപാത്രത്തിന്റെ പേരാണ് അപ്പാനി രവി എന്നുള്ള കഥാപാത്രം. സോ ആ കഥാപാത്രം അത്രയും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടിയത് കൊണ്ടാണ് അതിലെ കഥാപാത്രത്തിന്റെ അപ്പാനി എന്നുള്ള പേര് എന്നെ ജനങ്ങൾ വിളിച്ചു തുടങ്ങിയത്. അപ്പൊ അന്ന് മുതലേ പിന്നെ എല്ലാവരും അപ്പാനി 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 അല്ലെങ്കിൽ അപ്പാനി ശരത്ത് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ശരത്ത് അപ്പാനി എന്ന് വിളിക്കാറുണ്ട്. സോ എന്തായാലും എനിക്ക് സന്തോഷം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ, നമ്മൾ ചെയ്ത കഥാപാത്രത്തിലൂടെ അറിയപ്പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അല്ല ആ ഒരു ഇമേജ് ബ്രേക്ക് അല്ലെങ്കിൽ അത് വലിയൊരു സ്വീകാര്യതയാണല്ലോ. അപ്പൊ അതിലും വലിയ കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളത് ഒരു ചലഞ്ചാണോ ആക്ച്വലി? ഉറപ്പായിട്ടും. ഞാൻ അതിനുശേഷം ഒരുപാട് വലിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ C5 വേണ്ടിയിട്ട് ഡോക്ടർ ശങ്കർ വെബ് സീരീസ് ചെയ്തു. അപ്പം അതിലൊക്കെ ആ പേര് മലയാളികൾക്ക് എല്ലാവർക്കും എന്നെ എന്താ അപ്പാനി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതങ്ങനെ കിടക്കട്ടെ. ഓക്കെ, അനന്തങ്കാടാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം. ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയാണ്. അതിന്റെ ഭാഗമായത് എങ്ങനെയായിരുന്നു? അനന്തൻകാട് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ റൈറ്റർ മുരളി ഗോപി ചേട്ടൻ തന്നെയാണ്. അപ്പം ചേട്ടൻ കഥയൊക്കെ നരേറ്റ് ചെയ്ത്? തീർച്ചയായും. പിന്നെ അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു കുറച്ചു ഈ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 ഇയർ ബാക്ക്, 3 വർഷം മുമ്പേ തന്നെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ഉണ്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അതിനുശേഷം കുറച്ച് സമയം എടുത്തു സിനിമ ഓണായി വരാനായിട്ട്. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു 4 മന്ത് മുമ്പാണ് എന്നോട് ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വരണം, അങ്ങനെ കഥ ഡിസ്കസ് ചെയ്തു. എന്നോട് മുരളിച്ചേട്ടൻ തന്നെയാണ് കഥ പറഞ്ഞത്. അപ്പം കഥ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി, വലിയ സന്തോഷം തോന്നി. ഇത്രയും വലിയൊരു സിനിമയിൽ, അതിനും ഇത്രയും വലിയൊരു റൈറ്റർ, അദ്ദേഹത്തിന്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ ഒരു കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടറെ സംബന്ധിച്ചും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ സ്ക്രീൻ പ്ലേയിൽ ഒരു കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്നെ പോലെ വളർന്നു വരുന്ന ഒരു കലാകാരന് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വലിയൊരു സന്തോഷം തോന്നി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. മുരളിച്ചേട്ടനോട് വലിയൊരു ഇഷ്ടമുള്ള ആളാണ്. ഞാനൊരു തിരുവനന്തപുരംകാരനാണ്. അപ്പം അദ്ദേഹത്തിന് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് ഞാൻ കണ്ട ആളാണ്. ഐ മീൻ, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ മലയാള സിനിമയിൽ എനിക്ക് ഒരുപാട് വർഷം അങ്കമാലിക്ക് ശേഷം കിട്ടുന്ന ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രമാണ് എനിക്ക് തരുന്നത്. അപ്പോൾ അത് വലിയ സന്തോഷം തോന്നി. അല്ലെങ്കിൽ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണല്ലോ, ഞാനതൊരു ആക്ടറോടുള്ള വിശ്വാസം കൊണ്ടാണല്ലോ എനിക്കത് കഥാപാത്രം തരുന്നത്. അപ്പൊ അത് വലിയ സന്തോഷം തോന്നി. ആ സന്തോഷത്തിലാണ് ഇപ്പോഴും. എങ്ങനെയായിരുന്നു ക്യാരക്ടർ നരേറ്റ് ചെയ്ത് തന്നത്? എനിക്ക് മൊത്തം സ്ക്രീൻ പ്ലേ, മൊത്തം സ്ക്രിപ്റ്റ് പറഞ്ഞു. ആദ്യം സിനിമ എന്താണ് എന്നുള്ളത് എന്നോട് ആദ്യം മൊത്തമേ തന്നെ പറഞ്ഞു. അതിനുശേഷം എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് സംസാരിച്ചു.
ജാക്സൺ തന്നെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അറിയായിരിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ടൈറ്റിൽ പോസ്റ്ററൊക്കെ ഓൾറെഡി വന്നായിരുന്നു. റിലീസായി. ഇപ്പം ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും സെറ്റ് ഇതെന്താണ് ജാക്സൺ, എന്താണ് ജാക്സന്റെ ഇമോഷൻസ്, ഇങ്ങനെയാണ് ജാക്സന്റെ വളർന്ന സാഹചര്യം എന്താണ്, എല്ലാത്തിൻ്റെയും എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. സാധാരണ നമുക്കൊരു സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു സ്റ്റഡി ചെയ്യാറുണ്ട്, ഒരു ബാക്കപ്പ് സ്റ്റോറി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. സോ തിയേറ്ററിലും ഉള്ളതാണത്. നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കൂടി നമ്മൾ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അതിന്റെ ബാക്കപ്പ് സ്റ്റോറി നമ്മൾ വെറുതെ ആണെങ്കിലും അങ്ങനെ ഉണ്ടാവൂല, സിനിമയിൽ അങ്ങനെ ഉണ്ടാവൂല. എന്നാൽ പോലും ഞാനൊക്കെ എഴുതാറുണ്ട്. ഇപ്പൊ ഒരു പങ്കമാലി, സപ്പോസ് അങ്കമാലി ഡയറീസ് ആണെങ്കിൽ ഒരിടത്തൊരു സ്ഥലത്ത് 2 പന്നിക്കച്ചവടം നടത്തുന്ന 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ള ഒരാളായിരുന്നു അപ്പാനി രവി. അപ്പൊ അദ്ദേഹത്തിന് ഭാര്യ പ്രണയിച്ച പെണ്ണിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. അങ്ങനെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെതായ രീതിയിലൊരു ബാക്ക് സ്റ്റോറി ഞാൻ എഴുതാറുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും എൻ്റെതായ ഒരു വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് വേണ്ടി വന്നില്ല. കാര്യം മുരളിച്ചേട്ടൻ അത്രയധികം നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും, ഇപ്പൊ സെറ്റിലാണെങ്കിൽ കൂടി പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ വന്ന് ക്ലിയർ ആക്കുകയും, എല്ലാ ദിവസവും സ്ക്രീൻ പ്ലേ വായിക്കുകയും, അതൊക്കെ വലിയ ഒരു പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണ്. അനന്തങ്കാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കൂടെ പറ്റി എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം LJP സ്കൂൾ ഓഫ് സിനിമ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട്? ടിജോ ചേട്ടന്റെ സിനിമ അറിയാലോ, എൻ്റെ ആദ്യ സിനിമയായിരുന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ വലിയ സിനിമയിൽ അങ്ങനെ ആദ്യ സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഞാൻ അറിയില്ല. എനിക്ക് പിന്നെ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും, കട്ട് വിളിച്ചാൽ കട്ട്, അത്ര തന്നെ. പിന്നെ അതൊരു ഓപ്പൺ ആയിരുന്നല്ലോ, എല്ലാം സിംഗിൾ ഷോട്ടുകളൊക്കെ ആയിരുന്നു, അറിയാമല്ലോ. അപ്പം ഞാനോട് സ്ട്രീറ്റ് പ്ലേ ചെയ്യുന്ന ആളാണ് ആ സമയത്ത്. തെരുവ് നാടകം ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. അപ്പം ആ സമയം അതുകൊണ്ട് എനിക്ക് എന്നെ അങ്ങ് അഴിച്ചുവിട്ട. തിയേറ്റർ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോ? ഇല്ല, ഞാൻ നാടകം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നാടകം ചെയ്യുന്നുണ്ട്, അതെ തീർച്ചയായിട്ടും. അതുകൊണ്ട് അതൊരു മിസ്സിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. സമയം കിട്ടുമ്പോഴൊക്കെ നാടകങ്ങൾ ചെയ്യാറുണ്ട്, നാടകങ്ങൾ കാണാറുണ്ട്. ഈ സിനിമ ഇല്ലാത്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്റർ പ്ലേ തന്നെ ആയിരിക്കും. സിനിമ ആക്ടിംഗ് ആണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെടുന്ന, എൻ്റെ വളരെ കുട്ടിക്കാലം മുതൽ ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നൊരു കാര്യം. അപ്പം അതില്ലാതെ ഇരിക്കുമ്പോഴാണ് സങ്കടം എനിക്ക്. അതിപ്പോ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും അഭിനയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു. ഏത് മീഡിയം എന്നുള്ളത് നമുക്കൊരു ഇല്ല. നാടകം ഉണ്ട്, സിനിമയും ഉണ്ടല്ലോ, ഇപ്പൊ രണ്ടും ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ രണ്ടിനും വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, ഈ ഫിലിമോഗ്രഫി നോക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള, അതായത് കരിയർ പെട്ടെന്ന് അങ്ങ് വളർന്നു വന്നു. അപ്പൊ അത് നമ്മൾ വളർന്നു വരിക എന്നുള്ളത് കുറച്ചുകൂടി ഈസിയാണ്, അല്ലെങ്കിൽ എത്തിപ്പെടുക എന്നുള്ളത് ഈസിയാണ്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് സർവൈവ് ചെയ്ത് ഇങ്ങനെ വർഷങ്ങളായിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കുന്നത്? അല്ല, സത്യത്തിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് വളർന്നു വന്ന ഒരു കലാകാരനൊന്നും അല്ല. ഞാൻ എൻ്റെ വളരെ ചെറുപ്പം കാലം മുതൽ, സ്കൂൾ കാലഘട്ടം തൊട്ടേ നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. വളരെ കുട്ടിക്കാലം മുതൽ ഉത്സവപ്പറമ്പുകളിലും അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ വളരെ സജീവമായിട്ട് തിരുവനന്തപുരത്ത് നാടകം ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാകാരനാണ് ഞാൻ കാലടി യൂണിവേഴ്സിറ്റിയിൽ PG പഠിക്കുന്ന സമയത്താണ് അങ്കമാലി ഡയറീസിന്റെ ഓഡീഷൻ വഴി ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമയിൽ എത്തിയിട്ട് ഇപ്പോൾ 10 വർഷം ആയിട്ടുള്ളൂ, വെറും 10 വർഷം ആയിട്ടുള്ളൂ. ഈ 10 വർഷത്തിനിടയിൽ ചെറുതും വലുതുമായിട്ടുള്ള കുറെ സിനിമകൾ ചെയ്തു. കുറേയൊക്കെ വിജയിച്ചു, കുറേയൊക്കെ പരാജയപ്പെട്ടു. പക്ഷെ എല്ലാം തന്നെ എൻ്റെ ലൈഫിൽ എനിക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ കരിയറിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ജേണി തന്നെയാണ്. ഇപ്പം എല്ലാ കലാകാരനും ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏതൊരു ജോലിയിലാണെങ്കിലും നമ്മളെ തൊഴിലിനെ എത്രത്തോളം സ്നേഹിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് എപ്പോഴാണെങ്കിലും നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായത്. ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. എൻ്റെ ഇത്രയും കഴിഞ്ഞ കുറേ ആളുകളായിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം ഒന്നോ രണ്ടോ കൊല്ലം സിനിമ ഇല്ലെങ്കിൽ കൂടി, സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഞാനെന്നൊരു കലാകാരൻ അല്ലെങ്കിൽ ഞാനെന്നൊരു നടനെ എപ്പോഴും ഞാൻ മിനുക്കിക്കൊണ്ടിരിക്കാറുണ്ട്. സിനിമകൾ കാണാറുണ്ട്, സിനിമയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ അതിലെ സംവിധായകരെ പോയി സമീപിക്കാറുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഒരു സിനിമ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. കുറേ നാളുകളായിട്ട് ഇപ്പം ഡയറക്ഷൻ തന്നെ, ഒരു പുതിയൊരു ഡയറക്ടർ പുതിയ സിനിമ ചെയ്യുമ്പം അതിന്റെ പുറകിൽ ഒരുപാട് പണികളില്ലേ. പെട്ടെന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് സിനിമ കാണുന്നു, പക്ഷെ അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാട് അത്രയധികം ഉണ്ട്.
അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമൊന്നുമില്ല, ഇതിന്റെ കൂടെ അങ്ങ് പോവുക എന്നുള്ള മാത്രമാണ്. ഓക്കെ. നമ്മളെപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം സിനിമയിൽ പോകുന്ന സമയത്ത്. കാരണം മനസ്സിലായി? ബാക്കപ്പ് മീൻസ് അതായത് ഇപ്പൊ സിനിമ നമുക്ക് ഒരു അതായത് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് വരുമാനം തരുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സ്ഥിരമായിട്ട് വരും എന്ന് പറയാൻ പറ്റില്ല, വരാൻ വരാതിരിക്കും. അപ്പൊ നമ്മളൊരു ബാക്കപ്പ് പ്ലാൻസ് എപ്പോഴും കണ്ടുപിടിക്കണം. ഞാൻ അങ്ങനെ ബാക്കപ്പ് ഒന്നുമില്ല എനിക്ക്. അങ്ങനെ തോട്ട് എന്റെ വന്നിട്ടുണ്ടോ? ബാക്കപ്പ് എന്ന് പറഞ്ഞാലേ ഇത് തന്നെയാണ്, സിനിമ സിനിമ അഭിനയിക്കുക. പ്ലാൻ എയും ബിയും സിയും എല്ലാ എല്ലാം സിനിമ. ഇസഡ് ഉൾപ്പെടെ എനിക്ക് അഭിനയം മാത്രമേ ഉള്ളൂ, സിനിമ മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒരു വേറൊരു ബിസിനസ് ചെയ്യണോ? ഒരിക്കലില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കണം, ഞാൻ മരിക്കണം. അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല. ഇല്ല, എന്തായി പറഞ്ഞ തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് എറണാകുളത്ത് അല്ലെങ്കിൽ ഇന്ന് മലയാളം തമിഴ് സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ആള് അത് ഒരു പെട്ടെന്ന് അങ്ങനെ ഓടിയെത്തിയ ആളൊന്നും അല്ല. ഒരു ഭയങ്കര സ്ട്രഗിൾ ഒക്കെ ചെയ്ത് തന്നെയാണ് ഇവിടെ എത്തിയത്. അപ്പൊ അത് ഇത് നിർത്തിയിട്ടൊക്കെ പോണോന്നുണ്ടെങ്കിൽ എന്നേ പോണമായിരുന്നു. ഇന്നിപ്പോ തോട്ട് എപ്പോഴെങ്കിലും ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റ് അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് വരും. ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ വരില്ല ഒരിക്കലും. അങ്ങനെ വന്നാൽ ഞാൻ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ എത്രത്തോളമാണ് ഇതിനെ സ്നേഹിക്കുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി, എനിക്കിത് മാത്രമേ ഉള്ളൂ എൻ്റെ മൈൻഡിൽ. അതാണ് എൻ്റെ സിനിമ, എൻ്റെ അഭിനയം, എന്നിലെ കലാകാരനെ എത്രത്തോളം നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനെ കുറിച്ച് ഒരു ചിന്ത എനിക്കില്ല. പിന്നെ മസ്റ്റായിട്ട് ചിന്തയുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ, അതിനൊക്കെ ചിന്തിക്കണം. അതൊക്കെ എൻ്റെ ലൈഫിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ലൈഫിന്റെ ഭാഗമാണ് എൻ്റെ അഭിനയ ജീവിതവും. ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാനുള്ള സിനിമ ഏതായിരിക്കും? അങ്കമാലി ഡയറീസ് തന്നെയായിരിക്കും. ഷുവർ. ലൈഫിലെ ഫസ്റ്റ് സിനിമ അതാണല്ലോ എൻ്റെ ടേണിംഗ് പോയിന്റ്, അത് തന്നെയായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, അനന്തൻകാട് ചിലപ്പോ ഒരു വലിയൊരു മാറ്റം എൻ്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അങ്കമാലി ഡയറീസ് ഞാൻ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും മനസ്സിലില്ല. ആദ്യത്തെ സിനിമ നമുക്ക് ഒന്നും അറിയില്ല. ഞാൻ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമയിലേക്ക് എത്തി, അങ്ങനെയുള്ളൂ. പക്ഷെ ഇതെനിക്ക് ഇത് സക്സസ് ആവണം, അല്ലെങ്കിൽ ഈ കഥാപാത്രം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളത് അത് എൻ്റെ വലിയൊരു ആവശ്യമാണ്. ഇപ്പം എനിക്ക് വലിയൊരു അത് വേണം. ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻ ആരുമായിട്ടാ വരുന്നത് സിനിമയിലോ? എല്ലാവരുമായിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ, മുരളിച്ചേട്ടൻ, ആര്യ സാറ്, ദേവമോഹൻ, എല്ലാവരും വിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നാളിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര നന്നായിട്ട് ക്യാരക്ടർ റോൾസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു? കണ്ടു നോക്കൂ, കാണും, സിനിമ കാണും എന്തായാലും. ഇന്ദ്രൻ ചേട്ടൻ്റെ മറ്റൊരു കാര്യം, ഞാൻ ലൈഫിൽ ഫസ്റ്റ് കാണുന്ന സിനിമ നടൻ ഇന്ദ്രൻ ചേട്ടനാണ്. അതായത് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ എൻ്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ഷൂട്ട് കിടക്കുകയാണ്. അപ്പൊ എൻ്റെ അച്ഛനും ഞാനും കൂടി ഷൂട്ട് കാണാൻ വേണ്ടി പോയപ്പോ ഇന്ദ്രൻ ചേട്ടൻ, അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് സിനിമ. അച്ഛനും ഇഷ്ടമാണ് സിനിമ. അപ്പൊ അച്ഛനും ഞാനും കൂടി പോയപ്പോ ഇന്ദ്രൻ ചേട്ടനെ ഞാൻ ആദ്യം കണ്ടത്. അപ്പൊ ഞാൻ അടുത്ത് പോവുകയൊക്കെ ചെയ്തു. അന്ന് ചെറുപ്പത്തിൽ ഞാനത് പറയുകയും ചെയ്തു. കുറെ ഞങ്ങൾ തമ്മിൽ 3-4 പടങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചു. ഏറ്റവും കൂടുതൽ കഥ ത്രൂ ഔട്ട് അഭിനയിച്ച പടം എനിക്കൊരു പൈപ്പിൻചൂട്ടിലെ പ്രണയം എന്നൊരു സിനിമയിൽ അഭിനയിച്ചു. പിന്നെ 2 പടം. ഇതാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ച് ആയിട്ട് നിൽക്കുന്ന കഥാപാത്രം. 2 പേരും കുറെ കോമ്പിനേഷൻസ് ഉള്ളത് ഈ സിനിമയാണ്. ഇതിനെ ഒത്തിരി ഇഷ്ടമാണ് എനിക്കെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം മൊത്തം ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. അല്ല, അന്ന് നമ്മൾ ജസ്റ്റ് കാണുന്നു, ആ ഒരാളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അയ്യോ, വലിയ കാര്യം. ഞങ്ങള് വലിയ തമാശ, ഞങ്ങളുടെ രണ്ടുപേരും എന്നോട് വലിയ തമാശ. എന്നെ ഒരുപാട് തമാശ പറയും. ഇന്ദ്രൻ സെറ്റിലുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ഞാൻ ചേട്ടൻ്റെ അടുത്തുനിന്ന് മാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും. കുറെ തമാശയൊക്കെ പറയും. ട്രിവാൻഡ്രം കൂടെ ആയതുകൊണ്ട് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തമാശയൊക്കെ പറയാറുണ്ട്. സെറ്റിലെ ഓർമ്മകളൊക്കെ ഒരുപാട് രസകരമാണ്. ഓക്കെ. ഏത് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്? ഇതുപോലെ അനന്തൻകാടനാണോ, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് റിസൾട്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കൂലേ? അതായത് എത്രത്തോളം അത് ആളുകളിലേക്ക്? അനന്തൻകാടായിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു സിനിമ അനന്തൻകാട് തന്നെയായിരിക്കും. കാര്യം അനന്തൻകാടിലെ കഥാപാത്രം അത്രത്തോളം, ഞാൻ നേരത്തെയും പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥാപാത്രം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട, ഭയങ്കര എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് എങ്ങനെ വരും എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു സിനിമ, വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി, കരിയറിൽ ഇതുവരെയുള്ള കരിയറിൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവി, ഇത്രയും വലിയൊരു സ്കെയിലിൽ ചെയ്യുന്നൊരു സിനിമ, ഇത്രയും വലിയ ഡയറക്ടേഴ്സ്, റൈറ്റർ, കോ ആക്ടേഴ്സ് ആണെങ്കിലും എന്നെക്കാട്ടി ഒരുപാട് കഴിവുകളുള്ള കോ ആക്ടേഴ്സ്,
അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഒരു അതിന്റെ റിസൾട്ട് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ എടുത്തൊരു എഫേർട്ട് ഉണ്ട് ആ ക്യാരക്ടറിന്. അത് എൻ്റെ മാത്രം പേഴ്സണൽ കാര്യമാണ്. അത് ഞാനും നല്ല രീതിക്ക് ആ ക്യാരക്ടറിന് വേണ്ടി ഒരു എഫേർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, മാനസികമായിട്ടും അല്ലാതെ. അപ്പം അതിന്റെ റിസൾട്ട് ഞാൻ കാണണം എന്ന് എനിക്ക് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതെ, ഫൈറ്റ് സീൻസ് ഒക്കെ വരുന്നുണ്ട്. അതെ, വരുന്നുണ്ട്. ഉണ്ട് 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 ഉണ്ട്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെ, എത്ര ഫൈറ്റ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഫൈറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം ഫൈറ്റ് ഉണ്ട്. പക്ഷെ ഇതിലെ ഫൈറ്റ് ഇച്ചിരി ടഫായിരുന്നു. ഇത് എങ്ങനെ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഇതിലെ ഫൈറ്റ് സീക്വൻസിലൊക്കെ എങ്ങനെയാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നതെന്നൊക്കെ ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. പ്രാക്ടീസ് ഒക്കെ ഉണ്ട്. സെറ്റിലൊക്കെ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. പിന്നെ ഇന്റർവ്യൂവിൽ പറയാൻ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് വരുന്നുണ്ട്. അതെ അതെ അതെ, ഒരു ഡിഫറൻറ്റ് സാധനമാണ് ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത്. ഇതുവരെയും ഞാൻ പറയുമ്പം എല്ലാരും പറയുന്നുണ്ട് ഞാൻ കുറെ റോ ആയിട്ടുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം അങ്കമാലി മുതലെടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ റോ ക്യാരക്ടേഴ്സ് ചെയ്തു. ഇതൊരിക്കലും റോ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. ശരിക്കും പറഞ്ഞു റോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ശരിയാണ്, അല്ല. കുറെ ഈ ജാക്സൺ ഭയങ്കര ഹ്യൂമർ, കോമഡി, ഇമോഷൻസ്, അതിനോടൊപ്പം തന്നെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എല്ലാ ഇമോഷൻസും ഉള്ള ക്യാരക്ടറാണ് ജാക്സന്റെ ക്യാരക്ടർ. അതുകൊണ്ടാണ് എനിക്ക് ആ ജാക്സനോട് അത്രയും ഇഷ്ടവും. ഇതുപോലെ എല്ലാവരും ഈ റോ ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ബോധപൂർവമായിട്ടൊരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ ട്രൈ ചെയ്തു? കാരണം ഇനി അങ്ങനെ വരരുത്, കുറച്ചുകൂടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് വേണം, ഈ റോ എന്നുള്ള സംഭവം മാറ്റണം, അങ്ങനത്തെ തോട്ട്സ് ഒക്കെ വന്നായിരുന്നു? എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിനോടുള്ള ഭയങ്കര ആഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയും നോ പറയണമെന്ന് പറയും. ഇപ്പം ഞാനിപ്പം അത്രയും എനിക്ക് സിനിമ ടോട്ടാലിറ്റിയിൽ വർക്കായില്ലെങ്കിൽ മാത്രമേ ഞാൻ നോ പറയാറുള്ളൂ. എന്നാലും എനിക്ക് കിട്ടുന്ന ഇപ്പം ഞാനിപ്പോൾ വീണ്ടും ഒരു വില്ലൻ വേഷം വന്നാൽ ഞാൻ ചെയ്യൂല, അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന വേഷങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് എൻ്റെതായ രീതിയിൽ മറ്റു കഥാപാത്രങ്ങളുടെ സാമ്യത ഇല്ലാതെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പം അങ്കമാലിക്ക് ശേഷം ഞാൻ ചെയ്ത ഒരു വളരെ റോ ആയിട്ടുള്ള വേഷമാണ് ഓട്ടോ ശങ്കറിൽ ഗൗരി ശങ്കർ എന്ന ക്യാരക്ടർ. പക്ഷെ അങ്കമാലിയിലെ ഒരു തരത്തിലുള്ള ഒരു അപ്പിയറൻസ് ഒന്നും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ ഓരോ ശ്രമങ്ങളും സത്യത്തിൽ. അങ്ങനെ അതുകൊണ്ട് ആവർത്തനമായിട്ട് ഇങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കെല്ലാം ഡിഫറെന്റ് വേഷങ്ങളെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ നോ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കരിയറിനൊരു മുന്നോട്ട് പോകുന്ന യാത്രയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ? കാരണം നമ്മൾ നോ പറഞ്ഞാലല്ലേ ശരിയാവുള്ളൂ. ആണ്, പക്ഷെ എനിക്ക് എന്താ കാര്യം എന്ന് വെച്ചാൽ പരമാവധി ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കും. നമുക്കതെങ്ങനെ കുറച്ചും കൂടി ഇത് ചെയ്യാൻ. പിന്നെ എൻ്റെതായ ഒരു ഇടപെടലും ഇംപ്രൈസേഷൻ ഒക്കെ ഞാൻ ചെയ്യും എന്തെങ്കിലും ക്യാരക്ടർ കിട്ടുമ്പോൾ. ഇപ്പം വില്ലനാണെങ്കിലും കുറേ തരത്തിൽ വില്ലന്മാർ നെഗറ്റീവ് വേഷം ഉണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമുക്കത് ജനങ്ങൾക്ക് തോന്നരുത് അയ്യോ ഇവൻ നേരത്തെ ചെയ്തത് തന്നെയാണല്ലോ ഇപ്പോഴും ചെയ്യുന്നതെന്ന് തോന്നാത്ത രീതിയിൽ പെർഫോം ചെയ്ത ആ ഒരു പ്രശ്നം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി നോക്കാം, ഇനി അങ്ങോട്ട് നോക്കി ചെയ്യണം, കുറെ നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടി തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം ഏതൊരു എലമെന്റാ നോക്കുന്നത്? ഞാൻ മൊത്തം സ്ക്രീൻ പ്ലേ വായിക്കും. ഇപ്പൊ ചില ആളുകൾ മൊത്തം പോർഷൻ പറയൂല, നമ്മുടെ പോർഷൻസ് മാത്രമേ പറയുള്ളൂ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഡയറക്ടറോട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ഫുള്ള് വായിച്ചാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ, നിർബന്ധിക്കാനൊന്നും കഴിയില്ല. അത്രയ്ക്കൊന്നും നമ്മളായിട്ടില്ല. അതുകൊണ്ട് തരുന്നത് വൃത്തിയായിട്ട് ചെയ്യുക. അല്ല, ചേട്ടൻ്റെ അടുത്ത് വരുന്ന എല്ലായിടത്തും ഇതുപോലെ എനിക്ക് മൊത്തം കഥ പറയാറുണ്ട്. സന്തോഷം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാന്ന് തോന്നുന്നു. നമുക്ക് ആ സ്ക്രിപ്റ്റിൽ നമ്മളുടെ ഒരു എത്രത്തോളം സ്വാധീനം ഉണ്ടെന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത്. മാത്രമല്ല ബാക്കിയുള്ള കഥാപാത്രങ്ങളുടെയും കൂടെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും നമുക്ക് പെർഫോം ചെയ്യാനായിട്ട്. ആ സ്പോട്ടിൽ വന്ന് നോക്കാതെ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രത്തിന്റെ അവസ്ഥ എന്താണ് ആ സമയത്ത്, അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാലല്ലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ സിനിമ അനന്തങ്കാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെയുള്ള എല്ലാവരും ഭയങ്കര വലിയ ആക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭാഗം കുറച്ചുകൂടി നല്ലതാക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കണം തോന്നുന്ന ഒരു ചലഞ്ച് ഉണ്ടല്ലോ, അതിനെങ്ങനെ ഓവർകം ചെയ്തത്? അങ്ങനെ ഒരിക്കലും പാടില്ല. ശരിക്കും പറഞ്ഞു അതിന് മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ മനഃപൂർവ്വമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടർ ഇന്ന് വെളിയിൽ പോകും. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അഹങ്കരിക്കാം, അല്ലെങ്കിൽ വ്യക്തി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു വാശി കാണിക്കാം. പക്ഷെ ഞാനവിടെ എൻ്റെ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ക്യാരക്ടറിന് ഒരു മീറ്റർ ഉണ്ടാവും ഇല്ലേ, അതിൻ്റെ മുകളിൽ ഞാൻ പെർഫോം ചെയ്യാൻ പാടില്ല ഒരിക്കലും. അത് ഞാൻ വാശി കാണിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല.
നമുക്ക് എന്താണോ തന്നിരിക്കുന്നത്, നമ്മുടെ ക്യാരക്ടറിനൊരു ഒരു നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റൈറ്ററും ഡയറക്ടറും പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്കെയിൽ ഉണ്ടായിരിക്കുമല്ലോ, അതനുസരിച്ച് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. മത്സരിച്ച് അഭിനയിക്കുക എന്നുള്ള സ്വഭാവം എനിക്കില്ല. എനിക്ക് അങ്ങനെ സംഭവം എനിക്ക് തരുന്ന ക്യാരക്ടർ വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഏറ്റവും വലിയ ക്രിട്ടിക് ആരാ? സിനിമ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം പറയുന്നത് ഫാമിലിയിൽ ആരാണ്? എന്നോടാണോ? ആ, എന്നോട് വൈഫായിരിക്കും. എങ്ങനെ പറയാനാണെങ്കിൽ രേഷ്മ പറയൂ. പറയാറുണ്ട്. ഓക്കെ. ഇത് ഇവിടെ ഇത് അത്ര വർക്കായില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ശരിയായില്ല, അങ്ങനെ ഓപ്പൺ എനിക്ക് ആയിട്ട് രേഷ്മ അങ്ങനെ പറയില്ല, ആരും പറയില്ല. ഞാൻ തന്നെയാണ് എന്റെ ക്രിട്ടിക്. അതെ, ഞാൻ തന്നെ, സത്യം ഞാൻ തന്നെയാണ്. കാര്യം ഞാൻ ആദ്യമേ തന്നെ ഞാൻ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. സെൽഫ് ലവ് എനിക്ക് ആണ്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അത് വേണം. ഞാൻ സെൽഫ് ലവ് അതുകൊണ്ട് എന്നുള്ളത്. ആരെ അഭിപ്രായം അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്തത് ശരിയായില്ലെന്ന് എനിക്ക് വ്യക്തമായ ബോധം ഉണ്ടെങ്കിൽ ഞാൻ പിറ്റേന്നത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ല, അത്രേ ഉള്ളൂ. പിന്നെ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി എനിക്കത് ചെയ്തത് വർക്കായില്ല, എനിക്കത് ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡയറക്ടറോട് റിക്വസ്റ്റ് ചോദിക്കും, സാറേ എനിക്ക് ഒന്നും കൂടി ചെയ്യാനുള്ള അവസരം കിട്ടും. ആരും നോ പറയില്ല അങ്ങനെ. സാർ എനിക്ക് ഒന്നും കൂടി അത് ചെയ്താൽ കൊള്ളാൻ തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പം ഞാനത് ചെയ്യാൻ ശ്രമിക്കും. വേറെ ആരും അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു തരാറുണ്ടോന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, എടാ നീ ആ സിനിമ എടുക്കണ്ടായിരുന്നു കേട്ടോ, ഗ്ലാസ് ക്യാരക്ടർ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. അത് അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അവർക്ക് എന്നോടുള്ള സ്നേഹത്തിനെ കാട്ടി ഞാൻ എൻ്റെ സിനിമയിലെയും കഥാപാത്രത്തിനും സ്നേഹിക്കുന്നുള്ളത് കൊണ്ട് ഞാനതെല്ലാം കേട്ടിട്ട് ഓക്കെ നമുക്ക് നോക്കാം, അവരെയും പിണക്കാൻ പറ്റൂല. അതെ. ഇപ്പൊ ഈ 10 വർഷം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്തെ ഈ അപ്പാനി രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോഴാ വരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നൽ വരാറുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അത് കറക്റ്റ് ആണ് അന്നത്തെ അത്. അത് സെറ്റാണ്. ഇനി അതിന്റെ മേളിൽ ഇനിയൊരു സാധനം വെക്കാനില്ല ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. അല്ല, സാധാരണ എല്ലാരും പറയും കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി അഭിനയം അതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ എന്തെങ്കിലും ചെയ്യാം. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കഥാപാത്രത്തിനോടും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. പേഴ്സണലി കുറച്ചുകൂടി അടുപ്പമുള്ള ഒരു കഥാപാത്രം അപ്പാനി രവി തന്നെ ആയിരിക്കും. അല്ല, പിന്നെ ആട്ടോ ശങ്കർ ആണോ? ഈ അനന്തൻകാലിന് മുമ്പാണ് ഉദ്ദേശിച്ചത്. അത് ഇറങ്ങിയിട്ടില്ല. ഗൗരി ശങ്കറിന്റെ കഥാപാത്രത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ അങ്ങനെ അത്രയും വരാനുള്ള കാരണം? അത് എനിക്ക് തോന്നുന്നു ഞാൻ ആ ക്യാരക്ടറുമായിട്ട് നടന്ന എൻ്റെ ഒരു ട്രാവലിംഗ് ഉണ്ടല്ലോ, അത് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോ അന്നൊരു അപ്പാനി ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എപ്പോഴും അതെന്താ വെച്ചാല് ആസ് എ ആക്ടർ എന്ന നിലയ്ക്ക്, നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ അതിൽ പെർഫോം ചെയ്യാൻ പറ്റി. കുറേ ഇമോഷൻസ്, കുറേ കാര്യങ്ങൾ, ആക്ഷൻ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടായിരുന്നു, അതാണ് സത്യം. കുറേ ഡേയ്സ് ഉണ്ടായിരുന്നു ഷൂട്ട്, 10-20 ദിവസത്തോളം ഷൂട്ടിങ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ആ സീരീസ്. എല്ലാ കഥാപാത്രങ്ങളെയും ആദ്യം നമ്മൾ സ്നേഹിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കഥാപാത്രത്തിനോട് നമ്മൾ സത്യസന്ധമായി നമ്മൾ അവരെ മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പാനി രവി എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുപോലെ തന്നെയാണ് മറ്റെല്ലാ കഥാപാത്രങ്ങളും. പക്ഷെ ആട്ടോ ശങ്കർ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, ഞാനെന്ന നടനെ കുറച്ചധികം എനിക്ക് കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റി. ഞാനെന്ന നടനെ വളർത്താൻ എന്നെ സ്വയം സഹായിച്ച ഒരു ക്യാരക്ടറാണ്. കുറേ കാര്യങ്ങൾ എനിക്ക് അവരുടെ പഠിക്കാൻ പറ്റി. നമ്പർ ഓഫ് ടേക്ക് പോവും, ഫസ്റ്റ് ടേക്കിലൊന്നും ഓക്കെ ആവില്ല, നമ്പർ ഓഫ് ടേക്ക് പോവും. വൺ മോർ പോയാണ് ഓട്ടോ ശങ്കർ ചെയ്തത് ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊരു സ്കൂളും കൂടെ ആയിരുന്നു. കാരണം എൻ്റെ ക്യാമറമാൻ വന്നിട്ട് മനോജ് പരമഹംസ, ലിയോ സിനിമയൊക്കെ ചെയ്ത ബിഗ് ക്യാമറമാൻ ആണ്. അപ്പൊ ഡയറക്ടർ രംഗ, അപ്പൊ അവരൊക്കെ എന്നെ വലിയ രീതിയിൽ എന്നെ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓട്ടോ ശങ്കറിന്റെ അവസാനത്തെ ഷൂട്ടിംഗ് ഞാൻ മരിക്കുന്നതാണ്, തൂക്കിലേറ്റ് ഞാൻ മരിക്കുന്നതാണ്. അതാണ് ലാസ്റ്റ് ഡേ ഷൂട്ടിംഗ്. അത് കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടില്ല. അത്രയും എന്നെ അങ്ങനെ ആ ചുരുളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി, ആ ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുപോയി. നമ്മള് പിന്നെയും കിടന്നുറങ്ങുമ്പോ ഹോണ്ട് ചെയ്തൊരു കഥാപാത്രം, ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തു. ആ എല്ലാ സീക്വൻസിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ജയിൽ സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ടൈം ജയിലിൽ തന്നെ ആയിരുന്നു, സെല്ലിൽ തന്നെ കിടക്കും.
അവർ രാവിലെ ആകുമ്പോൾ ഞാൻ എൻ്റെ അവിടെ വന്ന് കോസ്റ്റ്യൂം ഇട്ട് ഞാൻ കിടക്കും. അവിടെ തന്നെയാണ് ഫുഡ് എല്ലാം, അവിടെ തന്നെയായിരുന്നു അഭിനയിക്കും. ശരിക്കും ഒരു ജയിൽ പുള്ളിയുടെ അതേ ആ. മാനസികാവസ്ഥ. പിന്നെ ഞാൻ ആ തിരുവാൻമിയൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി അവരെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു. വെളുപ്പിന് 2 മണിക്ക് പോയിട്ട് മട്ടൻ ബിരിയാണി കഴിക്കും. അങ്ങനെ കുറേ ഒരു ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ ലോക്കൽ സപ്പോർട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഇറങ്ങിയ ശേഷം ഈ തമിഴിന്റെ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ഒരുപാട് പടങ്ങൾക്ക് അവസരങ്ങൾ കിട്ടിയതെല്ലാം ഓട്ടോ ശങ്കറിലൂടെയാണ്. അപ്പോ ഇനി അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് അതിനെ സ്നേഹിക്കുന്നത്. പക്ഷെ എന്ന് കരുതി അതിലും വലിയ കഥാപാത്രങ്ങൾ വരട്ടെ, ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ അനന്തൻകാടിലെ ജാക്സൺ. അതെ, ജാക്സൺ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പം അപ്പാനിയും ഓട്ടോ ശങ്കറൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ജാക്സൺ. ഭയങ്കര ഒരു എന്താ തിളച്ചു നിൽക്കുന്നൊരു മൊത്തം പറയാനും പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതെ അതെ അതെ, ഞാനും അത് കാണാനായിട്ട് ഇങ്ങനെ എന്താണ് ദൈവമേ ഞാൻ ചെയ്തു വെച്ചേക്കണെന്ന് കാണാനായിട്ട്. പക്ഷെ എല്ലാരും പറഞ്ഞു കേട്ടോ, ഡയറക്ടറും മുരളിച്ചേട്ടനും എല്ലാരും പറഞ്ഞു എടാ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. സത്യം അതുപോലെ തന്നെ ആവട്ടെ എന്നല്ലേ. പ്രിവ്യൂ എന്തെങ്കിലും കണ്ടായിരുന്നു? ഞാൻ ഒന്നും കണ്ടില്ല, ഇതുവരെ ഒന്നും കണ്ടില്ല. ഞാൻ വേറൊരു പടത്തിന്റെ ഷൂട്ടിലാണ് ഇപ്പം, അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു പ്രിവ്യൂ കാണാതെ നമ്മൾ ഡയറക്റ്റ് തിയേറ്ററിൽ എനിക്ക് എന്റെ ആഗ്രഹം അതാണ്, ഞാൻ ഓഡിയൻസിനൊപ്പം ഇരുന്ന് ഫസ്റ്റ് ഷോ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ കുറെ നാൾ മിസ് ചെയ്തൊരു കാര്യമാണത്. കണ്ടതല്ല, എന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാരൊക്കെ ഒന്ന് കൈയടിക്കണേ ദൈവമേ എന്നൊക്കെ. ഞാൻ അങ്കമാലിയിൽ ഞാൻ കണ്ടു അത്. പക്ഷെ അതിന് ശേഷം എനിക്ക് പിന്നെ അതെനിക്ക് കുറച്ച് നാളായിട്ട് മിസ്സിങ് ആണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ നിന്ന് വന്നത് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഒരു സീൻ കണ്ടിട്ട് ജനങ്ങൾ മൊത്തം കൈയടിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ബ്ലെസ്സിങ് ഡേ ആണ്. ഞാൻ ഭയങ്കര ഇമോഷണലായി പോകും. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തവണ അത് സെറ്റ് ആവുന്നു. അയ്യോ അങ്ങനെ ആവട്ടെ, അങ്ങനെ ആയി തീരട്ടെ. കാരണം അത് ഈ പറഞ്ഞ പോലെ ആളുകൾ ഡയറക്റ്റ് ആയിട്ട് അത് കാണുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അത് വേറെ. അത് ഭയങ്കരമായിട്ട് നമ്മളത് മിസ് ചെയ്ത് പോയി. അത് എന്താ വെച്ചാൽ അത് അത്ര ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനോടും ഭയങ്കരമായിട്ട് ഞാൻ മൊത്തത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ. ഭയങ്കരമായിട്ട് സ്വപ്നം കാണും, ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. അപ്പം നമ്മൾ വേറെ പടങ്ങളിലൊക്കെ സിനിമകൾ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോകുമ്പോഴും അല്ലെങ്കിൽ നല്ല നല്ല സീനുകൾ ആക്ടേഴ്സ് നല്ല പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെ ഇരുന്ന് കൈയടിക്കുമ്പം ഞാൻ ഇങ്ങനെ നോക്കും, ഇതിനി എന്നാണ് ഇനി നമ്മുടെ ഒരു വേഷത്തിന് ഇത്രയും കൈയടി കിട്ടുന്നതും ഇത്രയും സ്വീകാര്യത കിട്ടുന്നതും. സോ അത് അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ എവിടെ വീണാലും ഞാൻ വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും നമ്മൾ എന്താണെങ്കിലും ഞാൻ അവിടെ എത്തും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അനന്തൻകാട് വരുമ്പോ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. അതെ, അങ്ങനെ ആവട്ടെ. ഇപ്പൊ ഏത് സിനിമയുടെ ഷൂട്ടിലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന? ഒരു തമിഴ് മൂവിയാണ്. അതും ഈ പറയുന്ന പോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷമാണ്. അതൊരു ഭയങ്കര സംഭവമാണ്. അതിന്റെ അപ്ഡേഷൻ ആയിട്ടില്ല, ശരിക്കും പറയാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പറയാൻ പറ്റുന്നത്. ഷൂട്ടിംഗ് നടക്കുന്നതേ ഉള്ളൂ. ഞാൻ ആ ലൊക്കേഷനിലാണ് ഇപ്പൊ. തമിഴ്നാട്ടിൽ തന്നെയാണോ ലൊക്കേഷൻ? തമിഴ്നാട്ടിൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ അനന്തൻകാടിന്റെ പ്രൊമോഷനൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നാട്ടിലേക്ക് എത്തി. തിരിച്ചത് കഴിയുമ്പോ തന്നെ ഇനി ബാക്കി ഷൂട്ട് തിരിച്ചിനി എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻസ് എല്ലാം കഴിഞ്ഞ് റിലീസും കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്യും. അപ്പൊ ഈ ഒരു സ്നേഹം ഏറ്റെടുത്തിട്ട് വേണം ഇനി അടുത്ത സീനൊക്കെ ചെയ്യാനായിട്ട്. അല്ല, അവരും വെയിറ്റിംഗ് ആണ്. എന്റെ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പടത്തിന്റെ ടീമും വെയിറ്റിംഗ് ആണ് ഈ സിനിമ കാണാനായിട്ട്. അപ്പൊ അവരും എന്റെ കൂടെ തന്നെ ഈ സന്തോഷിച്ച് എന്റെ കൂടെ അവരും ഉണ്ട്. ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു. സിനിമ അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം സിനിമ ഏറ്റവും വലിയൊരു സ്വപ്നം എന്താ? അയ്യോ, ഒന്നുമില്ല, സിനിമ. കാര്യം അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെന്താ ഞാൻ സ്വപ്നം കാണേണ്ട? എനിക്ക് നല്ല സിനിമകൾ ചെയ്യുക, നല്ല നല്ല അവസരങ്ങൾ എന്നെ തേടി വരിക, നല്ല നല്ല വേഷങ്ങൾ ചെയ്യുക, അതിലൂടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സ്വപ്നം. വേറെ ഒന്നിനെ കുറിച്ചൊന്നുമില്ല. അതിലൂടെ കിട്ടുന്ന കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കാമല്ലോ. ഇപ്പൊ നാഷണൽ അവാർഡ് ആഗ്രഹിക്കാം, സംസ്ഥാന നടൻ ആഗ്രഹിക്കാം, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതൊക്കെ സ്വപ്നം കാണാറുണ്ട്. അത് തന്നെയാണ്, നല്ല സിനിമകൾ ചെയ്യുക, നല്ല നടനായിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡേറ്റിന്റെ ക്ലാഷ് കാരണം നമ്മളോട് സംസാരിച്ച ഏതെങ്കിലും ഒരു വേഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഡേറ്റിന്റെ ക്ലാഷ് ഒന്നും വെച്ച് അങ്ങനെ പോവാറില്ല. ഞാൻ പറഞ്ഞ എനിക്കുള്ളതാണെങ്കിൽ അത് ഉറപ്പായിട്ടും
നമ്മളത് എങ്ങനെയെങ്കിലും എക്സിക്യൂട്ടീവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാം എനിക്ക് എനിക്ക് വരുന്നത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ. ഇപ്പോഴും ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരാറുണ്ടോ? ഇല്ലല്ലോ. ഓഡീഷൻസ് ഇപ്പൊ ഇല്ല. സ്ക്രീൻ ടെസ്റ്റ് മതി. ജസ്റ്റ് ലുക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം ചില ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും ഞങ്ങൾ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാറ്, ഇപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് വില്ലിങ് കേട്ടോ. ഇപ്പം വിളിച്ചാലും ഞാൻ വില്ലിങ് ആണ്. അയ്യോ, അതിൽ യാതൊരു മാറ്റമില്ല. എപ്പൊ ഏത് പാതിരാത്രിക്ക് വിളിച്ചിട്ട് ഓഡീഷൻ എന്ന് പറഞ്ഞാലും ഞാൻ പോകാൻ വില്ലിങ് ആണ്. നിലവിൽ ഇപ്പം അങ്ങനെ പറയാറില്ല. അത്രേ ഉള്ളൂ. കുറച്ച് സ്ക്രീൻ ടെസ്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. അതെ, അങ്ങോട്ട് വിളിച്ച് വേഷങ്ങൾ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മുടെ കഴിഞ്ഞു. ഇന്ന് രാവിലെ കൂടി വിളിച്ചുള്ളൂ. എന്താണ് ഈ പറയുന്നത്? ഇപ്പൊ ഒരു പടം ഇറങ്ങാൻ തിയേറ്റർ നിൽക്കുക. ഇന്ന് രാവിലെ കൂടി വിളിച്ചുള്ളൂ. എല്ലാ ദിവസവും ഇതാണ്. അതാണ് ഇതിന്റെ ഒരു അത് ചെയ്യണം. എല്ലാ ദിവസവും ഞാൻ വിളിക്കാറുണ്ട്. അല്ല, നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എവിടെ പോയിന്റ്? ഒരു പോയിന്റും കഴിഞ്ഞിട്ടില്ല, ഒരിടത്തും എത്തിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ എല്ലാ ദിവസവും ഞാൻ ഡയറക്ടേഴ്സിനെ വിളിക്കാറുണ്ട്. ഇന്ന് ഡയറക്ടേഴ്സിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ചേട്ടാ 25-ാം തീയതി പടം ഇറങ്ങാണ്, പടം കാണണം, എന്തായി പുതിയ പടത്തിന്റെ ചർച്ച എന്തായി, ആ പടത്തിൽ ഞാൻ ഉണ്ടാവണം, എന്റെ എത്ര ദിവസം വേണമെന്ന് നേരത്തെ പറയണം, നേരത്തെ പറയണം ചേട്ടാ, എന്നെ വിളിക്കാതിരിക്കരുത്, കഴിഞ്ഞ പടത്തിൽ എന്നെ ഒഴിവാക്കി, ഈ പടത്തിൽ എന്നെ ഒരിക്കലും ഒഴിവാക്കരുത്. അങ്ങനെ എല്ലാ ദിവസവും സംസാരിക്കും. നമ്മൾ സാധാരണ ഒരു പോയിന്റ് കഴിഞ്ഞ പിന്നെ അതിന്റെ ആവശ്യമില്ല, നമ്മളെ തേടി അവസരങ്ങൾ ഇങ്ങോട്ട് വരും എന്നൊക്കെയാണ് എല്ലാവരുടെയും ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ. ശരിക്കും അങ്ങനെ നല്ലല്ലേ? നമ്മൾ ട്രൈ ചെയ്തോണ്ടേയിരിക്കണം. അതെ അതെ, ട്രൈ ചെയ്തോണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം ഉറപ്പായിട്ടും നമ്മൾ പുതിയ സിനിമ ആൾക്കാരെ നമ്മൾ തേടി പോകണം. പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കാറുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഒരു ദിവസം പോലും ശ്രമിക്കാത്ത ദിവസമില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും ഞാൻ സിനിമ എന്നെ തേടി വരാതിരിക്കാനായിട്ട് ഞാൻ അങ്ങനെ ശ്രമിക്കാതിരുന്നിട്ടില്ല. ഫുൾ ടൈം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ ചെയ്തതിനകത്ത് ആ ഒരു വേഷം ഞാൻ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമ പരാജയപ്പെടുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നത്. ഒരു സിനിമ പരാജയപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ മാത്രം പ്രശ്നം കൊണ്ടല്ലല്ലോ, ടോട്ടൽ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം പരാജയപ്പെട്ട സിനിമയിൽ അഭിനയിച്ച് നമ്മൾ കാശും മേടിച്ചിട്ട് അത് വെച്ച് നമ്മൾ ജീവിച്ചിട്ട് കുറച്ചാലം കഴിയുമ്പോൾ ആ സിനിമ ചെയ്യേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്, ഇല്ലേ? അതൊക്കെ. പക്ഷെ നല്ല കരിയർ ജേണി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ റിഗ്രറ്റ് അടിക്കുന്ന സിനിമയുടെ പേര് പറയണ്ട, കാരണം പറയാൻ പറ്റില്ലായിരിക്കും, അല്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഞാൻ സമീപിച്ചത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ എനിക്ക് അന്നേ നോ അടിച്ച് പറഞ്ഞു വിടണം. അത് ഞാൻ ഒക്കെ ചെയ്യാമെന്ന് ഏറ്റെടുത്ത കഥാപാത്രത്തിനെ കുറിച്ച് ഞാൻ പിന്നെ ഒരു സമയത്തിരുന്ന് മാറിയിരുന്നിട്ട് അയ്യോ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ചെയ്ത് എന്റെ കരിയറിന് മോശമായിരുന്നു ഞാൻ പറയുന്നതിലോട് എനിക്ക് താല്പര്യമില്ല. ഈ സിനിമ ജേണി ഓർക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി എന്നൊക്കെ ഒരു വാക്ക് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ആരുടെ മുഖം? ഏറ്റവും നന്ദി പറയേണ്ടത് ഒന്ന് എൻ്റെ അമ്മയോടാണ് ആദ്യം നന്ദി. പിന്നെ എൻ്റെ ഈ കലാപരമായ കാര്യങ്ങൾ, ഐ മീൻ എന്നിലുള്ള ഒരു കലാകാരനെ കൊണ്ടുവന്നത് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിന്റെ പേര് കല എന്നാണ്. ടീച്ചറാണ് എന്നെ കല ടീച്ചർ എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുക നാട്ടിൽ, തിരുവനന്തപുരത്ത് നാട്ടില്. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മുമ്മ. ഇത് 3 പേരും എൻ്റെ ജീവിതത്തിൽ വളരെ ഏറ്റവും അടുത്ത് വെക്കേണ്ട ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് നന്ദി പറയുക എന്ന് പറയുമ്പം ഇവരോടൊക്കെയാണ് എനിക്ക് നന്ദി പറയേണ്ടത്. ഈ ടീച്ചർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ടീച്ചർ എന്നെ സ്കൂൾ പഠിക്കുന്ന സമയം തൊട്ടും എനിക്ക് പാട്ടും നാടകവും ഡാൻസും കഥാപ്രസംഗവും പഠിപ്പിച്ച് തന്നത് കൊണ്ടാണ് ഞാൻ സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ മത്സരിക്കാൻ പോയി തുടങ്ങിയതും അവിടെ സജീവമായതും. എന്നെ ഈ സ്കൂൾ കലോത്സവങ്ങൾക്കും മറ്റു മത്സരങ്ങൾക്കും പരിപാടികൾക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മാമ്മയാണ്, അതായത് അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് എന്നെ വളർത്തിയത്. അപ്പൊ അവരോട് ഒരിക്കലും ഉറപ്പായിട്ടും അവരാണ് എനിക്ക് നന്ദി പറയേണ്ടത്, അവരോട് മാത്രമാണ്. അപ്പൊ രണ്ടുപേരും ഇല്ല, അമ്മാമ്മയും ഇല്ല, ടീച്ചറും ഇല്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അമ്മയും അച്ഛനും പെങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള എൻ്റെ രേഷ്മയോട് നന്ദി പറയണം. കാര്യം ഞാൻ സിനിമയിൽ എത്തിയതിനു ശേഷമുള്ള എൻ്റെ എല്ലാ ഭ്രാന്തും അനുഭവിച്ച എല്ലാവരാണ്. അപ്പോൾ അതൊരു പ്രത്യേക നന്ദിയല്ലേ. അമ്മയ്ക്കൊക്കെ നേരത്തെ അറിയാം, പക്ഷെ ഇത് രേഷ്മയും വേറൊരു ജീവിതമാണ് അവരുടെ വേറൊരു. രേഷ്മയും ഡാൻസറാണ്, കലാകാരിയാണ്. അപ്പൊ അതെല്ലാം മറന്ന് അതെല്ലാം മാറ്റി വെച്ച് എനിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. അപ്പം അവരോടും നന്ദി പറയണം, എല്ലാരോടും നന്ദിയുള്ളൂ എനിക്ക്. എന്നെ സ്നേഹിക്കുന്ന എല്ലാരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഏറ്റവും നന്ദി ഒരാൾ എന്ന് പറയുമ്പോൾ
എനിക്ക് ഏറ്റവും പറയേണ്ട ആളാണ് ഈ പറഞ്ഞ എൻ്റെ ഗുരുനാഥ ടീച്ചർ. എൻ്റെ ടീച്ചർ. ഓക്കെ. ടീച്ചറിന്റെ മകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജിജിക്കുട്ടൻ എന്നാണ്. അദ്ദേഹമാണ് എന്നെ നാടകമൊക്കെ പഠിപ്പിച്ചത്. അവരോടൊക്കെയാണ് എനിക്ക് നന്ദി ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ഇനി ഏതൊക്കെ സിനിമ ഈ വർഷം ഇറങ്ങാനായിട്ടുള്ളത്? ഈ വർഷം ഇനി ഇറങ്ങാൻ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമ സെപ്റ്റംബർ റിലീസാവും. അതിന്റെ ഷൂട്ടിങ്ങിലാണ് ഇപ്പോൾ. അതാണ് ഇപ്പൊ അടുത്ത തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമ. അനന്തൻകാടിന് ശേഷം അതിറങ്ങും. ഓക്കെ. അപ്പൊ എന്തായാലും അനന്തൻകാട് തിയേറ്ററുകളിലേക്ക് എത്താണ്. നല്ല സക്സസ് ആവട്ടെ. ജാക്സൺ എല്ലാവരും സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. തിരിച്ചും എനിക്കും അങ്ങോട്ട് വലിയ സന്തോഷം. ഇന്റർവ്യൂവിൽ വരാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി. ഈ സിനിമ എല്ലാവരും കാണണം. തിയേറ്ററിൽ പോയിട്ട് അനന്തൻകാട് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മുരളിച്ചേട്ടൻ്റെ ഇതുവരെയുള്ള തിരക്കഥയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സാർ സംവിധാനം ചെയ്ത സിനിമയാണ് അനന്തൻകാട്. ആര്യ സാർ ഹീറോ. കുറേ ഗംഭീര ആക്ടേഴ്സ് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു സ്കെയിലിൽ വരുന്നൊരു മലയാള സിനിമയാണ് അനന്തൻകാട്. അപ്പോൾ അതിലെല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കൂട്ടത്തിൽ എന്നെയും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ നേരത്തെ ആദ്യം നമ്മൾ സംസാരിച്ച പോലെ ഈ പറഞ്ഞ അപ്പാനി രവി, അപ്പാനി ശരത്ത് എന്നുള്ള അപ്പാനി എന്നുള്ള ഒരു പേര് എനിക്ക് എത്രത്തോളം രജിസ്റ്റർ ആയോ അത്രത്തോളം, അല്ലെങ്കിൽ അതിന് മേളിൽ ജാക്സനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ജാക്സൺ എന്നുള്ള പേര് നിങ്ങൾക്ക് രജിസ്റ്റർ ആവും. ഇനിയിപ്പോൾ അങ്ങോട്ട് ജാക്സൺ എന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ എന്താ പറയുക ചേട്ടാ, ഇപ്പൊ മണിയമ്പിള്ള രാജു ചേട്ടന്റെ പേരുണ്ടല്ലോ, അത് ചേട്ടൻ അത് കണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല കഥാപാത്രം അത് പോവില്ല. അത് നമ്മള് പേര് മാത്രമേ ഉള്ളൂ. വേഷങ്ങള് ഡിഫറെന്റ്, പേര് വലിയ കാര്യം. എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്തൊരു കഥാപാത്രം നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ആ പേര് ചേർക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ കിട്ടുന്ന ഒരു ഭാഗ്യം അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്.